ഈ സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച യൂനുസ് എന്ന താൽക്കാലിക പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് ഇസ്ലാമിക വിരുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ ഈ നൃത്ത അധ്യാപകരെയും സംഗീത അധ്യാപകരെയും നിയമിക്കുന്ന ആ നിയമനം പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കർശനമായൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഒരു ജനവികാരത്തെ എതിർക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എതിരായി നിൽക്കുന്ന തരത്തിലേക്ക് ഈ തീരുമാനങ്ങളെല്ലാം മാറുന്നു എന്നുള്ളൊരു കാര്യം കൂടിയല്ലേ അവിടെ കാണാൻ കഴിയുന്നത്. അദ്ദേഹം തീവ്രവാദികളുടെ അടിമയാണ്. അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർ അല്ല അവിടെ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരു സംഘം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. അവിടെ നിൽക്കുന്ന ഒരു പാവ മാത്രമാണ്. ആ പാവയാണ് അദ്ദേഹത്തിന് അങ്ങനെ വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നപ്പം ജയകുമാർ എന്ന് പറഞ്ഞ ക്ലീൻ ആയിട്ടുള്ള കവിയായിട്ടുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ നല്ല മനസ്സുള്ള ഒരാളെ പിടിച്ച് അവിടെ പ്രസിഡന്റ് ആക്കിയില്ലേ? എന്തിനാണ്? അപ്പോൾ അതെല്ലാം ആളിലൊന്നും തൽക്കാലത്തേക്ക് മറക്കും. ഒരു നല്ല മനുഷ്യൻ അവിടെ വന്നിരിക്കുന്നല്ലോ എന്ന് ചോദിക്കുക. അതുപോലെ ഒരു നോബൽ സമ്മാനക്കാരനെ അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ആളിനെ കൊണ്ട് ഈ അധോലോക പ്രവർത്തികളെല്ലാം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ നോബൽ സമ്മാനം തിരിച്ചെടുക്കണമെന്ന്. കാരണം നോബൽ സമ്മാനം കിട്ടിയ ഒരാൾ, സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ ഒരാൾ ഒരിക്കലും അശാന്തി ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. മുമ്പും ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പക്ഷേ ഇനിയും അതിനുശേഷവും അദ്ദേഹം ചെയ്യാൻ പാടില്ല. ചെയ്താൽ സ്വയം അദ്ദേഹം തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഐ ആം ഹെൽപ്ലെസ്. എനിക്ക് പിന്നിൽ തോക്ക് ചൂണ്ടി ചിലരൊക്കെ എന്നെ ചിലത് ചെയ്തുകൊണ്ട് എൻ്റെ നോബൽ സമ്മാനം ഞാൻ തിരിച്ചു തരുന്നു എന്ന് പറയാനായിട്ട് മുഹമ്മദ് യൂനുസിന് കഴിയുന്നില്ല. അദ്ദേഹത്തിന് അതൊരു വലിയ നാടകമാണ് എന്നുള്ളതാണ്.